വാർത്തകൾ തുടരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജേതാക്കളായി. 74 പോയിന്റ് നേടിയാണ് ടീം ജേതാക്കളായത്. 4 ദിവസങ്ങളിലായി തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്നു വന്ന മത്സരങ്ങൾ തിങ്കളാഴ്ചയാണ് സമാപിച്ചത്. 59 പോയിന്റ് വീതം നേടി തളിക്കുളം വലപ്പാട് പഞ്ചായത്തുകൾ 2ാം സ്ഥാനം പങ്കിട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് സുചിത്ര രാധാകൃഷ്ണൻ, AR വിജയൻ, KV സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശ്ശൂരിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ഡിസംബർ മാസം അവസാന വാരത്തിൽ തൃശ്ശൂർ ജില്ലയിലെ 12 വേദികളിലായി സംസ്ഥാന കേരളോത്സവം ആരംഭിക്കുകയാണ്. അതിന്റെ സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രിയപ്പെട്ട തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് സ്പോർട്സ് ഗെയിംസിന്റെ ചെയർമാൻ. കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചതിന്റെ യോഗം കഴിഞ്ഞ ദിവസം സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട കുമാരി ജയലക്ഷ്മി വന്നുകൊണ്ടാണ് വിപുലമായ യോഗം ചേർന്നത്. അതിനുശേഷം അവർ സംസ്ഥാന കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം. മതിലകം ബ്ലോക്ക് കേരളോത്സവത്തിൽ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ടീം ഓവറോൾ ജേതാക്കളായി. 3 ദിവസങ്ങളിലായി നടന്നു വന്ന കേരളോത്സവം ഞായറാഴ്ചയാണ് സമാപിച്ചത്. 279 പോയിന്റുകൾ നേടിയാണ് കയ്പമംഗലം ജേതാക്കളായത്. 101 പോയിന്റോടെ എടത്തിരുത്തിയും 97 പോയിന്റോടെ SN പുരം പഞ്ചായത്തും 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തി. അതേസമയം കേരളോത്സവ ചടങ്ങുകളിൽ കോൺഗ്രസ് പ്രതിനിധികളായ അംഗങ്ങളെ പങ്കെടുപ്പിക്കാത്തതിൽ അംഗങ്ങൾ പ്രതിഷേധിച്ചു. ആസ്വാദകർക്ക് ഹരം പകർന്ന് SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്തിന്റെ തകിൽ മേളം. ചന്ദ്രാപിന്നി 17ാം കല്ല് സുബ്രഹ്മണ്യ പരമേശ്വര ശാസ്താ ക്ഷേത്രത്തിലാണ് യൂണിയൻ പ്രസിഡന്റിന്റെ തകിൽ മേളം അരങ്ങേറിയത്. ഷഷ്ടി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന നാദസ്വര മേളത്തിലാണ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്തിന്റെ അരങ്ങേറ്റം നടന്നത്. ആശാൻ പാലപ്പെട്ടിക്കുട്ടൻ നാദസ്വര മേളത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ 2 വർഷമായി പാലപ്പെട്ടിക്കുട്ടന്റെ കീഴിൽ തകിൽ മേളം അഭ്യസിക്കുന്നുണ്ട്. ഹരിവരാസനം തുടങ്ങി അയ്യപ്പ പാട്ടുകളും സുബ്രഹ്മണ്യ ഗീതങ്ങളും ആസ്വാദകർക്ക് ഹരം പകരുന്നതായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് രാജീവ് തഷ്നാത്ത്, ക്ഷേത്രം ശാന്തി CP അശോകൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കയ്പമംഗലം പഞ്ചായത്ത് കൺവെൻഷനും കമ്മിറ്റി രൂപവൽക്കരണവും കാളമുറിയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KG മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. സകല മേഖലകളിലും അഴിമതി പരിപൂർണമായി നിറഞ്ഞു വന്നിരിക്കുകയാണ്. അഴിമതിയില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഓരോ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും ഓരോ പ്രസ്ഥാനങ്ങളിലും നടത്തുന്നത്. അഴിമുതൽ പിടിവരെ അഴിമതിയാണ്. എന്തിനും ഏതിനും അഴിമതി. കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരിലും എന്നുവേണ്ട എല്ലാ വിഭാഗങ്ങളിലും പരിപൂർണമായും അഴിമതി ഇന്നത്തെ സംസ്കാരമായി മാറിക്കഴിഞ്ഞു. കൈക്കൂലി കൊടുത്താൽ മാത്രം കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ സർക്കാർ ഇതര മേഖലകളും മാറിക്കഴിഞ്ഞു. ഇത് ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ മുൻനിര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും BJP ആയാലും എല്ലാം തന്നെ, എല്ലാവരുടെയും പാർട്ടിയുടെ നയങ്ങൾ വളരെ നല്ലതാണ്. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി പുതിയകാവ് അധ്യക്ഷനായി. സെക്രട്ടറി TR ഷാജി,
ചന്ദസ് കരയാമ്പട്ടത്ത്, PK അസൈനാർ, പ്രശോഭിതൻ എടത്തിരുത്തി, ബാലകൃഷ്ണൻ കാക്കര തുടങ്ങിയവർ സംബന്ധിച്ചു. ചന്ദ്രാപിന്നി 17-ാം കല്ല് സുബ്രഹ്മണ്യ പരമേശ്വര ശാസ്താ ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവം ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ബ്രഹ്മകലശാഭിഷേകം, ശീവേലി, അഭിഷേകങ്ങൾ, കാവടിയാട്ടം, ഉച്ചപൂജ, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, ദീപാരാധന, പറയെടുപ്പ് എന്നിവ നടന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജീവൻ തഷ്നാത്ത്, RP ചന്ദ്രൻ, സൂര്യകുമാർ, ഇല്ലത്ത് നാരായണൻ എന്നിവരും നേതൃത്വം നൽകി. കൂരിക്കുഴി മഹല്ല് മയ്യത്ത് സംസ്കരണ സഹായ സമിതിയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം TK അബ്ദുറഹിമാൻ നിർവഹിച്ചു. പക്ഷെ അവർ വന്ന ഉദ്ദേശം എനിക്ക് മനസ്സിലായിരുന്നു, പിന്നീട് മനസ്സിലായിരുന്നു. അപ്പോ അതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ ഒരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അപ്പൊ ഈ കൂരിക്കുഴി മഹല്ല് മയ്യത്ത് സംസ്കരണ സഹായ സമിതിയെ കുറിച്ചിട്ട് എനിക്ക് തെറ്റായ ചില ധാരണകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് ഞാൻ തുറന്നു പറയാൻ നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ പഞ്ഞമ്പള്ളി പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഒരു മയ്യത്ത് സംസ്കരണ സഹായ ഫണ്ട് അവിടെയുണ്ട്. കൂരിക്കുഴി പള്ളിയുടെ അണ്ടറിൽ, മഹല്ല് കമ്മിറ്റിയുടെ അണ്ടറിലാണ് എന്ന് എനിക്ക് ധാരണയില്ല. SYSന്റെ PM അബ്ദുൾ അസീസ് അധ്യക്ഷനായി. കൂരിക്കുഴി മഹല്ല് ഖത്തീബ് പാറൽ അബ്ദുൽ സലാം സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. KU അബു, TM ഹൈദർ ഹാജി, PB അബു എന്നിവരും പ്രസംഗിച്ചു. ഷോട്ടെ ഖാൻ കരാട്ടെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കയ്പമംഗലത്ത് കരാട്ടെ ജനറൽ ഗ്രേഡിംഗും ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനവും നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ 100ഓളം കരാട്ടെ അഭ്യാസികൾ പങ്കെടുത്തു. ചീഫ് ഇൻസ്ട്രക്ടർ ഉസ്മാൻ കരാട്ടെ ക്ലാസിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചടങ്ങിൽ ബ്ലാക്ക് ബെൽറ്റിന് അർഹരായവർക്ക് അദ്ദേഹം ബെൽറ്റുകൾ അണിയിച്ചു. കയ്പമംഗലം സ്വദേശികളായ NS സഞ്ജയ്, KN ഗൗതം, TD നവീൻ എന്നിവർക്കാണ് ബ്ലാക്ക് ബെൽറ്റുകൾ ലഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും.
പോലീസിനെ കണ്ട് ഭയന്നോടുന്നതിനിടെ പുഴയിൽ വീണ് മരിച്ചയാളുടെ മൃതദേഹം ഖബറടക്കി. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് CPM നാട്ടിക ഏരിയ കമ്മിറ്റി വാടാനപ്പള്ളി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തളിക്കുളം ബ്ലോക്ക് കേരളോത്സവത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജേതാക്കളായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.